തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വരാനായിട്ട് ദിവസങ്ങൾ മാത്രം. 8 ദിവസം. അതെ. അപ്പോൾ കണ്ണൂരിൽ കണ്ടെത്തിയിരിക്കുന്ന സാധനം എന്താണെന്നറിയാമോ? ബോംബിന്റെ ശേഖരമാണ്. ബോംബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര ബോംബൊന്നുമല്ല. സ്റ്റീൽ ബോംബ്, ഉം, നാടൻ കെട്ട് ബോംബ്, ഉം, ഐസ്ക്രീം ബോംബ്, ഉം. ഇങ്ങനെ വൈവിധ്യമാർന്ന ബോംബുകളുടെ ശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാർട്ടി കോട്ടകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും മറ്റു പലരുടെയും പാർട്ടി കോട്ടകളാണ് ഇതിനകത്ത് നിന്നാണ്. അപ്പോൾ ഇലക്ഷൻ തോക്കുമെന്ന് അവർക്ക് ഉറപ്പല്ലേ? ഉറപ്പാണ്. അവർ ആ സമയത്ത് പൊട്ടിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു വിഷ്വൽ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ മുട്ടയൊക്കെ ഇട്ട് വെക്കില്ലേ, അതുപോലെ മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ് ബോംബുകൾ. 6 ബോംബാണ് ഞാൻ കൗണ്ട് ചെയ്തത് കേട്ടോ. അതിൻ്റെ മുകളിൽ മണ്ണിലിട്ട് വെച്ചിരിക്കുക. പോലീസിന് കൃത്യമായ വിവരം കിട്ടിയതനുസരിച്ചിട്ടാണ് അവരൊരു പറമ്പിൽ ഒരു തെങ്ങിൻ്റെ താഴെയാണ് ഇതിരിക്കുന്നത്. ഇപ്പോൾ പല സ്ഥലത്തും ഉണ്ടാവും കേട്ടോ. ആൾക്കാർക്ക് നല്ല പേടിയുണ്ട്. കാരണം ഇവർ ബോംബ് വിസ്ഫോടനത്തിൽ വളരെ എക്സ്പേർട്സാണ്. ധാരാളം കൊച്ചു കൊച്ചു ഔട്ട്ലെറ്റ്സിൽ ഒരു കുടിൽ വ്യവസായമാണ് CPM കാരുടെ എന്ന് പറയാം. അവർ സഖാക്കന്മാർക്ക് പണ്ട് ബീഡി തെറുപ്പായിരുന്നു, കേരള ദിനേശ് ബീഡി എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പോൾ ബോംബ് നിർമ്മാണമാണ് അവിടുത്തെ ഒരു കുടിൽ വ്യവസായം. അതിൻ്റെ ഉണ്ടാക്കി അവർ ശേഖരിച്ച് വയ്ക്കുന്ന സാധനങ്ങളാണ്. കാരണം കണ്ണൂരിൽ പോലും സഖാക്കന്മാർ 8 നിലയിൽ പൊട്ടുന്നാണ് കേൾക്കുന്നത്. പിണറായി സഖാവ് ജയിക്കും. ബാക്കിയുള്ള ഇപ്പോൾ മറ്റേ ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ഉണ്ടല്ലോ, അവരുൾപ്പെടെ ശ്യാമള ഉൾപ്പെടെയുള്ള പലരും പോക്കും. ശ്രീമതി ടീച്ചർ നിന്നിട്ടില്ല, ശൈലജ പൊട്ടെന്ന് പറയുന്നുണ്ട്. ശൈലജ ഒരു മണ്ഡലം പിടിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അവരൊക്കെ പൊട്ടുന്നാണ് നമ്മൾ കേൾക്കുന്നത്. ആ സന്ദർഭത്തിൽ ജനശ്രദ്ധ മാറ്റുവാൻ വേണ്ടി, കാരണം പരാജയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു അമ്മിളി ഉണ്ടല്ലോ, ഒരു എന്താ പറയുക ചമ്മൽ, ആൾക്കാരും പുറത്തേക്ക് എങ്ങനെ മുഖം കാണിക്കുന്നൊക്കെ ഒരു ചിന്ത, അത് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ജനശ്രദ്ധയും മീഡിയയൊക്കെ അതിൻ്റെ പുറകെയാവും. 4-5 പേര് ജീവൻ നഷ്ടപ്പെട്ടാലും ഇവർക്കത് വലിയ പ്രത്യേക കാര്യമില്ല. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ പൊട്ടിത്തെറിച്ച ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇത്തവണ പോലീസ് കുറച്ചും കൂടെ അലേർട്ടാണ്. ഇനിയൊരു മനുഷ്യജീവൻ ഈ കാരണം കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള തീരുമാനത്തിലാണ്. വന്നൊരു കോളിൻ്റെ അടിസ്ഥാനത്തിലാണ്, അനോണിമസ് കോളാണെന്നാണ് പറയുന്നത്. ഇവർ പോയി നോക്കിയപ്പോൾ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായിട്ട് അതുണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പ്രിയനൊരു കാര്യം മനസ്സിലാക്കണം. ഇതുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഇൻസൈഡർ ഇൻഫർമേഷൻ ഉണ്ടാവും. ആരെയാണ് തട്ടാൻ പോകുന്നത്, എവിടെയാണ് ഇത് പൊട്ടിക്കാൻ പോകുന്നത്, എന്നാണ് പൊട്ടിക്കാൻ പോകുന്നത്, ആസൂത്രണം എന്താണെന്ന് ശരിക്കും ഉറപ്പുള്ള ഒരാൾ തന്നെയായിരിക്കും ഇത് ഒറ്റിക്കൊടുത്തിട്ടുണ്ടാകുക. കാരണം ആ സ്ഥലത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളുണ്ടാകാം, കൂട്ടുകാരുണ്ടാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഇരിക്കുന്ന പ്രദേശമാകാം, അല്ലെങ്കിൽ മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ കൂടെ ആവാം, അല്ലേ പ്രിയൻ? മറ്റൊരാളെ തെറിപ്പിക്കാനായിട്ട് താല്പര്യമില്ലാത്തൊരു വ്യക്തി കൂടെ ആയിരിക്കും. പലപ്പോഴും പ്രിയൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഭീതി കൊണ്ടാണ് പലരും ഇതിൽ വരുന്നത്. ആർക്കും തന്നെ മറ്റൊരാളെ കൊല്ലാനായിട്ട് താല്പര്യമില്ല. പക്ഷേ ഇവരുടെ ഒരു വലിയ റെയിൻസ് ഉണ്ട്. നമ്മൾ ഹിറ്റ്ലറുടെ അല്ലെങ്കിൽ മുസോളിനി, ഇവരുടെ തന്നെ ജോസഫ് സ്റ്റാലിൻ, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ പേടിച്ചിട്ടാണ് ഇവർ പലതും ചെയ്യുന്നത്. നീ അത് ചെയ്തില്ല എങ്കിൽ അവരുടെ ചേട്ടനോ ജോലി ഉണ്ടാവും, അനീതിക്ക് ജോലി ഉണ്ടാവും, ഇവരുടെയൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും പല സ്ഥലത്തുമായിരിക്കും അച്ഛന് പെൻഷൻ കിട്ടാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ മനസ്സിലൊരു ഭീതി ഉണ്ടാക്കിയിട്ട് ആ ജോലി പോകുമെന്നോ, അല്ലെങ്കിൽ ഇവനെ തന്നെ എന്തെങ്കിലും ഒരു ഇതിൽ ഇംപ്ലിക്കേറ്റ് ചെയ്ത് ജയിലിലേക്ക് അയച്ചാലും മതിയല്ലോ, അവൻ്റെ ഭാവി പോകുമല്ലോ. അങ്ങനെ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇതുമാതിരിയുള്ള ജോലികൾക്ക്. ബോംബ് സ്ഫോടനം എന്ന് പറയാൻ, ബോംബ് ഉണ്ടാക്കുക എന്ന് പറയുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അത് പിടികൂടിയാൽ നമ്മളുടെ ഫ്യൂച്ചറും പോകും. പക്ഷേ അതിനും ആൾക്കാരെ കിട്ടുവാൻ വേണ്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നും കൂടെ നമുക്ക് കൃത്യമായ അറിവുണ്ട്. ഇപ്പോൾ കണ്ണൂരിലെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂർ ഒരു ഉൽപ്പാദന കേന്ദ്രം മാത്രമാണ്. അതെ, ഞാൻ തോന്നിയിട്ടില്ലേ? ഉൽപാദനവും വിതരണത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിതരണ ശൃംഖലയും അവിടെ നിന്നാണ്. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇവരിപ്പോൾ 99 സീറ്റുകൾ ജയിച്ചിട്ടുണ്ടല്ലോ, അതിൽ പലതിലും തന്നെ അവർ മുന്നോട്ട് വരില്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് തയ്യാറാക്കി വച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള കൃത്യമായ വിവരമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. പോകെ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത ന്യൂസാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോകെ ഇന്ന് ഉച്ചയ്ക്കായിട്ടും വൈകുന്നേരമായിട്ടും നാളെയായിട്ടൊക്കെ എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെ ബോംബിൻ്റെ കാര്യങ്ങൾ പോലീസ് അൺവെയിൽ ചെയ്യുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം കൂടിയാണ്, അല്ലേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല ചേച്ചി, ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നേ. നമ്മൾ 2 ദിവസം മുമ്പ് ചർച്ച ചെയ്തു ഇവിടെ മുണ്ടത്തിക്കോട് ഇത് എന്താ വെടിമരുന്ന് പൊട്ടിത്തെറിച്ച്, പടക്കം പൊട്ടിത്തെറിച്ച് ആൾക്കാർ മരിച്ചു. അപ്പോൾ പൂരം വേണ്ട എന്ന് പറയുക. കാലങ്ങളായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് 100 BJP സംഘ പ്രവർത്തകരെ
കൊന്ന കമ്മ്യൂണിസ്റ്റുകാർ അവർ നിരന്തരം ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉം. ഈ വെടിമരുന്ന് അവിടെ പൊട്ടുന്ന ബോംബ് തന്നെയാണല്ലോ. അതെ ഇവിടെ അതെ പടക്കമാണെങ്കിൽ അവിടെ ബോംബാണ് പൊട്ടുന്നത്. നാളെ കൊല്ലുന്ന ബോംബ്. പടക്കത്തിന് അപ്പൊ ഈ ഉപയോഗിക്കുന്ന പാർട്ടി കാര്യങ്ങൾ ഈ തന്നെയല്ലേ. വിഷം വകുപ്പിക്കുന്ന ഈ ചുവന്ന പാർട്ടിയെ നിരോധിക്കുകയല്ലേ വേണ്ടത് ശരിക്കും? തീർച്ചയായിട്ടും ബ്രെയിൻ. കാരണം എന്താണ് ഇപ്പൊ തന്നെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ അതെ അതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് തൃശ്ശൂർ ആൾക്കാരുടെ സന്തോഷവും അതെ എക്സൈറ്റ്മെന്റ് ഒക്കെ. അപ്പോൾ പലരും ഓൺ ക്യാമറ വന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞു പോയി. പക്ഷേ എത്രയോ ആൾക്കാരുടെ മാനസികമായ പിരിമുറുക്കം കുറയ്ക്കുന്ന കാര്യമാണ്. എത്രയോ കുടുംബങ്ങൾ, അമേരിക്കയിൽ നിന്ന് വരെ കുടുംബങ്ങൾ ഇത് കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സാധാരണഗതിയിൽ നടത്തിക്കൊടുക്കും? കുടമാറ്റം എന്ന് പറയുന്ന എത്ര മാസങ്ങളുടെ അധ്വാനമാണല്ലേ. അതെ അത് 15 മിനിറ്റിലേക്ക് കുറയ്ക്കാന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ കുറയ്ക്കാം. കാരണം അതൊരു എന്താണ് പറയുന്നത്, ഒരു ജാതിയുടെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ആഘോഷം. അതുകൊണ്ട് അതിൻ്റെ മേത്ത് എന്തും മെക്കിട്ട് കയറാം. പക്ഷേ അതിനേക്കാട്ടിലും എത്രയോ പേരെ കൊല്ലുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന് പറയുന്നത്. ഇവരുടെ ഈ കൈത്തൊഴിൽ അതിനെ കണ്ടുപിടിക്കാനും അത് ഉന്മൂലനം ചെയ്യാനും കംപ്ലീറ്റ് ആയിട്ട് ഈ കണ്ണൂർ പ്രദേശത്തിനെ ബോംബ് ഇല്ലാത്തൊരു പ്രദേശമായി പ്രഖ്യാപിക്കാനും ജനങ്ങൾ കൂടെ ചേർന്നിട്ട് ഒരു പബ്ലിക് കോമ്പിങ് നടത്തണം. ആ പബ്ലിക്കായിട്ട് പോലീസിനെ മാത്രമല്ല, ജനങ്ങൾ ഓരോ വീട്ടിലും കയറിങ്ങട്ടെ, അവർക്കും ജീവിക്കണ്ടേ. ആ ബോംബ് പൊട്ടുമ്പോൾ അവരുടെ അടുത്ത് കൂടെ എങ്ങാനും പോവുകയാണെങ്കിലോ ഭർത്താവിനെയും അല്ല മകനെയും പറമ്പിലിറങ്ങി കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് പറ്റുന്നില്ല. പേടിയാണെന്ന്. അങ്ങനെ നമ്മൾ കണ്ടില്ല. കൃഷി അതെ ചെയ്യാൻ കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ട് കുഴിക്കുമ്പോൾ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ബോംബ് ഒരു സ്വസ്ഥതയില്ല, സ്വൈര്യമില്ലാത്തൊരു ജീവിതമാണ് കണ്ണൂർ പ്രദേശത്തുള്ളവർക്ക്. അതിൽ പ്രത്യേകിച്ചും കുറച്ച് ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ സ്ഥലങ്ങളിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ വീട് വാടകയ്ക്കെടുത്ത് അടുത്ത് താമസിക്കുന്നവർ പോലും അറിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ഇൻസിഡൻറ്റ് അതെ കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ഇലക്ഷൻ വരാൻ പോകുന്നു, 8 ദിവസത്തിന് റിസൾട്ട് വരാൻ പോകുന്നു. ഒരു മാലപ്പടക്കത്തിന് തിരി കൊളുത്താൻ എന്നുള്ള പോലെ ഇവരുണ്ടാക്കി വച്ചിരിക്കുന്നതാണോ ഇന്ന് പൊട്ടി, അല്ലെങ്കിൽ ഇന്ന് പോലീസ് കണ്ടുപിടിച്ച ഈ ബോംബുകൾ അതിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാൻ വച്ചിരിക്കുന്നതാണോ എന്ന് നമുക്ക് നോക്കേണ്ടി വരും. ഇപ്പം ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാര്യം പറയട്ടെ, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്കൊരു കാര്യത്തിൽ അഭിമാനിക്കാം. നമ്മളവിടെ ബംഗാളി സഹോദരന്മാരെ, അതിഥി തൊഴിലാളികളെ കാണുന്നില്ല. ഇത് നമ്മൾ തന്നെ ചെയ്യുന്നത്. അതെ നമുക്ക് എല്ലാ തൊഴിലും അവരെ ഏൽപ്പിക്കുന്നത്. എല്ലാ തൊഴിൽ പടക്കത്തിൽ നിർമ്മാണശാലയിൽ പോലും അവരുണ്ട്. പക്ഷെ ബോംബ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ണൂർ മെയ്ഡ്, ജെനുവിൻ, മലയാളി മെയ്ഡ് അതെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രിയൻ, ഇത് നമ്മൾ ചിരിച്ചു. പക്ഷെ ചിരിക്കേണ്ട ഒരു കാര്യമല്ല. അല്ല നമ്മളുടെ യുവതലമുറയാണ് ഇപ്പോൾ ഈ പറയുന്ന ബോംബ് ഉണ്ടാക്കുന്നതിൽ നമുക്ക് പ്രായമായവരെ കാണുന്നില്ല. ചെറുപ്പക്കാരെയാണ് തെരഞ്ഞു പിടിച്ച് ഇവരിതിലേക്ക് ഇടയ്ക്കൊരു കൊണ്ടുവരുന്നത്. വീഡിയോ വന്നായിരുന്നു. ഒരു പയ്യൻ കയ്യിൽ വെച്ചിട്ട് ഒരു ബോംബ് കത്തിക്കുന്നു. അതെ അതെ കത്തിച്ച് അത് തിരി അങ്ങ് കത്തി വരുന്നതിന് മുമ്പ് അത് തന്നെ പൊട്ടിത്തെറിച്ചു. അവന്റെ പൊട്ടിത്തെറിച്ചിട്ട് കൈ ഇങ്ങനെ അത് മൊത്തം പോയി. അതുണ്ടായിരുന്നു മീഡിയയിൽ ആ ഒരു നമ്മളെല്ലാവരും കണ്ട. സഖാവ. സഖാവാണ്. അപ്പം ഞാൻ പറയുന്ന സഖാവിനൊരു അമ്മയുണ്ട്. സഖാവ് ഭൂമിയിൽ നിന്ന് പൊട്ടി വീഴില്ലല്ലോ. അവനൊരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ ആ കൂട്ടുകാരുണ്ട്. പക്ഷെ അവരുടെ ആ കുട്ടിയുടെ ജീവിതമാണ് പോയത്. അതെ 1 2 ദിവസം അവനെ ഇവർ തലയിലേറ്റ് പുഷ്പൻ സഖാവിൻ്റെ കാര്യം അതെ അതെ. എത്ര കൊല്ലം അദ്ദേഹം കിടന്നു. അല്ല പക്ഷെ ആ, ഇവന് ഒരിക്കലും ഒരു സർക്കാർ സർവീസിൽ ഇനി കയറാൻ പറ്റില്ല. പറ്റില്ല. ഒരു പോലീസിൽ കയറാൻ പറ്റില്ല. ഒരു പട്ടാളത്തിൽ കയറാൻ പറ്റില്ല. അവന്റെ വെരിഫിക്കേഷനിൽ വരുമ്പോൾ ബോംബ് പൊട്ടിയെന്നല്ലേ പറയുള്ളൂ. മാത്രമല്ല വികലാംഗരായില്ലേ, അല്ല കൈപോയില്ലേ. വികലാംഗന്മാർക്ക് നമുക്ക് ഇതുണ്ട്, എന്താണ് കോട്ടയുണ്ട് കയറാനായിട്ട്. പക്ഷേ പക്ഷെ അത് കേസ് അല്ല, ബോംബുണ്ടാക്കിയവരല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കേസിൽപ്പെട്ടൊരു വ്യക്തിയായത് കാരണം അദ്ദേഹത്തിന് ഒരു ജോലിയും കിട്ടില്ല, ഗവൺമെന്റ് ജോലിയും കിട്ടില്ല. അതെ. ഇവരുടെ സ്ഥാപനങ്ങളിൽ പോലും ഇവരൊന്ന് ശ്രദ്ധിക്കും എടുക്കാൻ. ഇപ്പൊ ഉം. CPM നടത്തുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പം ഇവൻ ആള് ശരിയാണ്, ഇവൻ ബോംബ് കേസിലെ പ്രതിയല്ലേ എന്ന് മനസ്സിലൊരു ചിന്ത ഉണ്ടാവും. അപ്പം അദ്ദേഹത്തിന്റെ ജോലി പോയി. ഒരു 5 6 ദിവസം അദ്ദേഹത്തെ എല്ലാവരും കൊണ്ടു നടന്നിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതം പോയി എന്നാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, കാര്യം എന്തുമായിക്കോട്ടെ, ഇങ്ങനെ ഹിംസാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ പിൻവലിഞ്ഞ് നിൽക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫ്യൂച്ചറുണ്ട്. ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും അത് മറ്റൊരാളെ കൊല്ലാൻ വേണ്ടിയാവരുത്. നമുക്ക് നമ്മുടെ ഐഡിയോളജി ഉണ്ട്, അത് നമുക്ക് പറയാൻ പ്രവർത്തിക്കാം. ഒരാൾക്കത് ഇഷ്ടമില്ലെങ്കിൽ അതിനർത്ഥം കൊടുവാളിട്ട് വെട്ടുകയാണ്. നമ്മൾ TPനെ 52 വെട്ട് ഇപ്പോൾ പറയുന്നതാണ്, അദ്ദേഹം തന്നെ വെട്ടി മരിച്ചാണ്. ഒരു വെട്ട് പോട്ടെ, രണ്ടാമത്തെ വെട്ട് നമുക്കില്ല. പിന്നെ ഇങ്ങനെയാണ് 52 പ്രാവശ്യം വെട്ടുന്നേ. ഇതൊക്കെ നമ്മുടെ സാംസ്കാരിക കേരളം, അല്ലെങ്കിൽ നമ്മൾ പറയും 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള കേരളം, നമ്മളതൊക്കെ പച്ചവെള്ളം തൊടാണ്ട് വിഴുങ്ങിയെന്നാണ് അവർ വിചാരിക്കുന്നത്. പ്രിയൻ, ഈ വരുന്ന 8 ദിവസം തികച്ചും വളരെ കെയർഫുള്ളായിരിക്കണം. നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്തിനു ചെയ്യുന്നു എന്ന് തിരിയുന്നു, ആര് എന്തൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്നുള്ള വ്യക്തമായി നമ്മൾ തലയ്ക്ക് ചുറ്റും
കണ്ണ് നമുക്ക് വേണം. അങ്ങനെ തന്നെ എല്ലാവരും, കണ്ണൂരുകാർ മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരും തന്നെ വരുന്ന 8 കാരണം ദിവസം കൊണ്ട് തോൽവിയുടെ ഭ്രാന്തെടുത്തിരിക്കുന്നവർ എന്തും 10 ചെയ്യും. കൊല്ലം 10 കൊല്ലാണ് ഭരിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് അവർക്ക് എല്ലാം നഷ്ടപ്പെടാൻ പോണെ. ഇനി തിരിച്ചൊരു വരവില്ല. പിണറായി സഖാവിന് പ്രത്യേകിച്ചും തിരിച്ചൊരു വരവുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ, അത് പോലീസിൻ്റെ കാര്യം നമുക്ക് വ്യക്തമായിട്ടറിയാം. അവർ സാധാരണഗതിയിൽ ആരാണെന്ന് പറയാറില്ല. കണ്ണൂരെ കാര്യം നമുക്കറിയില്ല. ഇതൊക്കെ പിണറായി സഖാവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും. അവിടെ ഏറ്റവും കോൺസ്റ്റബിൾ മുതൽ മുകളിലേക്കുള്ള CAയും SHOയും ഒക്കെ ആയിട്ട് സ്റ്റേഷൻ ഹെഡ് ഓഫീസിലൊക്കെ ഇരിക്കുന്ന അവരായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പേടിയുണ്ടെങ്കിൽ ഒരു കടലാസ് കഷ്ണമെങ്കിലും പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ DGPക്കോ അല്ലെങ്കിൽ SPക്കോ ആർക്കെങ്കിലും അയച്ചു കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും സാഹോദര്യത്തോടും സമാധാനത്തോടും കൈയും കാലും ഉടലൊക്കെ ആയിട്ട് ഒരേ രൂപത്തിൽ വികൃതമാക്കാത്ത ശരീരഭാഗത്തോടു കൂടെ ശരീരത്തോട് നമുക്ക് ജീവിക്കണം 8 ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. അത്